ഈ ദുനിയാവിന്റെ പുറത്തു ജീവിച്ചിരിക്കുമ്പോ എപ്പോഴും മരിക്കുമെന്നുള്ള ഒരു ബോധത്തോടെ കടന്നു വരണ ഉമ്മ. എങ്കിലാണ് ഉമ്മ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റാ, എങ്കിലാ ഭർത്താവിനെ ബഹുമാനിക്കാൻ പറ്റാ, എങ്ങനെയാണ് ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റാ. അല്ലാഹുവേ, നാളെ മരിച്ചു പോയാൽ എന്റെ ഭർത്താവിനെ ഇനി കാണൂലല്ല അല്ലാ. നിങ്ങൾക്ക് ഞാൻ ഒരു കഥ പറഞ്ഞു തരാ. എന്തിനാണ് അനുഭവങ്ങൾ പറയുന്നത്? കേട്ടുകൊണ്ട് വെറുതെ എഴുന്നേറ്റ് പോകുവാനല്ല. പടച്ചവനെ, പ്രഭാഷണത്തിന് വേണ്ടി കടന്നു പോവുകയാണ്. 2 ദിവസം ഒരേ സ്ഥലത്താ പ്രഭാഷണമുള്ളത്. അവിടെ വെച്ചുകൊണ്ട് 1-ാമത്തെ ദിവസത്തിന്റെ പ്രഭാഷണം കഴിയാൻ പോവുകയാ. ഇതുപോലെ പടച്ചറപ്പേ, മദ്രസയുടെ പണിക്ക് വേണ്ടി എന്റെ പെങ്ങളെ ഒരു സ്വർണത്തിന്റെ തരിയെങ്കിലും ആരെങ്കിലും കൊണ്ടുവരാവോ എന്ന് ചോദിക്കുന്ന സമയത്ത് യാ അല്ലാ, കണ്ടാല് 4.5 വയസ്സോ 3 വയസ്സോ തോന്നിക്കുന്ന ഒരു പൊന്നമകൻ അവിടെ നിന്നൊരു സ്വർണവളയുമായി കടന്നു വരികയാണ്. അവൻ കടന്നു വന്നു. എന്റെ കയ്യിലത് കിട്ടിയ പാടെ ഞാൻ അവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്തു, യാ അല്ലാ, ഈ പൊന്നമകന്റെ ഉമ്മ ഈ സദസ്സിന്റെ ഏത് ഭാഗത്താ ഉള്ളത്? പടച്ചവനെ, ആ പ്രിയപ്പെട്ട സഹോദരിക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. അപ്പോഴാണ് ബാക്കിൽ നിന്ന് മിസ്ബാഹി ഉസ്താദിനെ പോലെ, അല്ലാഹു മിസ്ബാഹി ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, അതുപോലത്തെ ഒരു ഉസ്താദ് അവിടെ നിന്നതാ ഒരു എഴുത്തെഴുതി തരികയാണ്. ഇല്ല ഉസ്താദേ, ആ പൊന്നുമകന്റെ ഉമ്മ മരിച്ചിട്ട് പച്ചമണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിലാണ്. പടച്ചറബേ, മനസ്സൊന്ന് പൊട്ടിപ്പോവുകയാ. കാരണം എന്തെന്നറിയോ? എനിക്കുമുണ്ട് 5 വയസ്സുള്ളൊരു പൊന്നുമോ. ആ പൊന്നുമകനെ കാണുമ്പോ ആ ഒരു ചിന്തയാണ്. ഉമ്മയില്ലാത്ത പൊന്നുമക്കളുടെ അവസ്ഥ പറയാൻ പറ്റുമോ? അന്നവിടെ നിന്ന് പ്രഭാഷണം കഴിച്ചിട്ട് ഇറങ്ങുന്ന സമയം ആ ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഉസ്താദ്, നാളെ അതാ ഉച്ചഭക്ഷണത്തിന് എന്റെ വീട്ടിലേക്കൊന്ന് കടന്നു വരാവോ? അപ്പോഴാണ് എന്റെ കൂടെ ഉള്ള സയ്യിദ് പറഞ്ഞു, ഉസ്താദേ, നമുക്കൊന്ന് കടന്നു പോകാ. ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ വിഷമമൊന്ന് മാറട്ടെ, അവന്റെ കണ്ണുനീര് മാറട്ടെ, അവന്റെ ദുഃഖം മാറട്ടെ. ആ വീട്ടിലേക്കൊന്ന് കടന്നു പോയിരിക്കുകയാണ്. നല്ലതുപോലെ ഭക്ഷണം തന്നു. ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇൻഷാ അല്ലാ നമുക്ക് ദുആ ചെയ്യാമെന്നവിടെ നിന്ന് പറഞ്ഞു പോകുന്ന സമയം അവിടെ നിന്ന് പറയുന്നു, വേണ്ട വേണ്ട, എന്റെ ഭാര്യ കിടന്നുറങ്ങുന്നത് ആ കാണുന്ന പള്ളിയുടെ ചാരത്താണ് ഉസ്താദേ, അവിടത്തേക്കൊന്ന് കടന്നു പോയിട്ട് ദുആ ചെയ്തൂടെ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ പറയുകയാണ്. അതിന് മുമ്പാ ചെറുപ്പക്കാർ ആ പൊന്നുമകനെ ചാരത്തേക്ക് വിളിച്ചിട്ട് എന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് അവൻ പറയുന്നു, ഉസ്താദ്, എന്റെ പ്രിയപ്പെട്ട പൊന്നുമകനുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട ഈ മകനുണ്ടല്ലോ, അവനിക്ക് ഭക്ഷണം കൊടുക്കാൻ ഞാൻ അവിടെ ഒരുങ്ങുകയാണ്. ആ സമയത്ത് അവൻ പറയുന്നു, ബാപ്പാ, നിങ്ങളെനിക്ക് ഭക്ഷണം തരണ്ട, നിങ്ങളെനിക്ക് ഭക്ഷണം തരണ്ട, എന്റെ ഉമ്മ തരാതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് കരയുമ്പോ ഞാൻ എന്താ ചെയ്യുകയെന്നറിയോ? എന്റെ കയ്യിലുള്ള മൊബൈൽ ഞാൻ എടുത്തിട്ട് അതിനെ സൈലന്റ് ആക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ എന്റെ കാതിൽ വെക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവളോട് സംസാരിക്കുമ്പോൾ അഭിനയിക്കുകയാണ്. എന്നിട്ട് പറയും, മോനെ, നിന്റെ ഉമ്മ എന്നോട് പറഞ്ഞ വാക്കേതെന്നറിയോ? നീ ഭക്ഷണം കഴിച്ചാലേ നിന്റെ ഉമ്മ വരുമെന്നാ പറഞ്ഞിട്ടുള്ളത്. യാ അല്ലാ, പുന്നാര ഉമ്മയെ കാണാനുള്ള ആഗ്രഹത്തോട് ആ പ്രിയപ്പെട്ട പൊന്നുമോൻ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ്. എന്നിട്ടോ ഏതുവരെ എന്നറിയോ? രാത്രി കിടക്കുന്ന സമയം വരെ ബാപ്പാ, എന്റെ ഉമ്മ എവിടെയാ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോട് അവൻ എന്റെ പിന്നിലൂടെ നടക്കുന്ന ഉസ്താദ്. അവസാനം കിടന്നുറങ്ങാവുറങ്ങുമ്പോ കട്ടിലിന്റെ ചാരെ ഒരു തലയിണയെടുത്തിട്ട് മാറ്റിവെക്കും. ബാപ്പാ, ഇതെന്റെ ഉമ്മക്ക് വേണ്ടി ഉള്ളതാണ്, ഇതെന്റെ ഉമ്മക്ക് വേണ്ടി ഉള്ളതാണ്. അതുകൊണ്ട് എന്റെ ബാപ്പച്ചി ഇവിടെ കിടക്കണ്ട കേട്ടോ.
ഇതെന്റെ ഉമ്മാക്ക് വന്നിട്ട് കിടക്കാനുള്ളതാണ്. അപ്പടി ഞാൻ ഫോൺ എടുക്കും ഉസ്താദേ, സൈലന്റ് ആക്കിയിട്ട് ഞാൻ എന്റെ ഭാര്യയോട് സംസാരിക്കും പോലെ പറയും, പെണ്ണേ എപ്പോഴാ നീ കടന്നു വരുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ ഉമ്മ പറഞ്ഞത് നീ ഉറങ്ങിയാലേ ഉമ്മ വരുവെന്നാട്, നീ ഉറങ്ങിയാലേ ഉമ്മ വരുവെന്നാ. അല്ലാഹുവേ, ഇത് കേട്ടപാട് എന്റെ പൊന്നുമകൻ തിരിഞ്ഞൊരു കിടത്തയാണ്. ഉമ്മയെ കാണാനുള്ള കൊതി കൊണ്ട് ആ പൊന്നുമകൻ നേരം വെളുത്താൽ അവൻ കരഞ്ഞിട്ട് എന്റെ ചാര വരും ഉസ്താദ്. പാതിരാത്രിയിൽ പല പ്രാവശ്യം അവൻ പറയുന്നത് ഞാൻ കേട്ടു, ഉമ്മ പോകല്ല, ഉമ്മ പോകണ്ട, ബാപ്പച്ചി എനിക്ക് ഭക്ഷണം തരണ്ട, ഉമ്മ എനിക്ക് ഭക്ഷണം തന്നൂടെ, ഞാൻ ഉമ്മാടെ കയ്യിൽ നിന്നേ ഭക്ഷണം കഴിക്കൂ എന്ന് പാതിരാത്രി അവൻ വിളിച്ചു പറയുന്നത് പല ദിവസങ്ങളും കേട്ടുപോയതാ. ഉസ്താദേ, ഏതായാലും ആ കാണുന്ന ഖബർസ്ഥാനിൽ നമുക്കൊന്ന് കടന്നു പോകാം, അവിടെ പോയി നമുക്കൊന്ന് ദുആ ചെയ്തിട്ട് പിരിയാമെന്ന് ഇവിടെന്ന് പറയുമ്പോ ഞങ്ങൾ അവിടത്തേക്കൊന്ന് കടന്നു പോവുകയാണ്. പടച്ചവനെ, ഖബറിന്റെ ചാര പോയിരിക്കുന്നു, ഖബറിന്റെ ചാര പോയിരുന്നു. ആ മൈലാഞ്ചി ചെടിയുടെ ചുവട്ടിൽ പുന്നാര മകനെ കൊണ്ടിരുത്തുമ്പോ ഉമ്മാന്റെ ഖബറാണെന്നറിയൂലല്ലോ, ഉമ്മയുടെ ഖബറാണെന്നറിയില്ല. ആ ഖബറിന്റെ പുറത്ത് കിടന്ന കല്ലുകളും ചരലുകളും വാരി എറിയാൻ തുടങ്ങി, അതിന്റെ മൈലാഞ്ചി ചെടി പിടിച്ചൊടിക്കാൻ തുടങ്ങി. ആ സമയത്താണ് 12 വയസ്സുള്ള മൂത്ത മകൻ വന്നിട്ട് പറഞ്ഞു, മോനെ ഈ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്നത് ആരെന്നറിയോ? നിന്റെ പ്രിയപ്പെട്ട ഉമ്മയാ. അവനെ കൊന്നു മറിഞ്ഞോടെങ്കിലും അവിടെ വെച്ചവൻ കരഞ്ഞു, ഉമ്മാ ഉമ്മാ എന്ന് പറഞ്ഞുകൊണ്ട് വേദനയോടവൻ കരയാൻ തുടങ്ങുകയാണ്. പടച്ചവനേ, ഒരു പക്ഷേ ആ പെണ്ണ് ഖബറിൽ കിടന്നുകൊണ്ട് വിളിക്കുന്നുണ്ടാകാ, മോനെ നിന്നെ വാരിയെടുക്കാൻ ഉമ്മക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നിനക്ക് മുത്തം തരാൻ ഉമ്മക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നിന്നെ കൊണ്ടുപോകാൻ ഉമ്മക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നിന്റെ കവിൽ തടങ്ങൾ വാരിപ്പുണരാ ഉമ്മാക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആ കരയുന്ന പൊന്നുമകനെ കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പൊന്നുമകനെ ചുമക്കുകയാണ്. വാരിയെടുത്തിട്ട് കൊണ്ടു നടക്കുമ്പോഴാ അല്ലാഹുവേ, വിജനമായി കിടക്കുന്ന ഖബർസ്ഥാനിലേക്ക് നോക്കിയിട്ടവൻ വിളിക്കുന്നു, ഉമ്മാ 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 എന്ന് പറഞ്ഞുകൊണ്ടവൻ കരയുന്നത്. പെങ്ങളെ, നമുക്കത് സഹിക്കാൻ പറ്റോ? അതുകൊണ്ടാണ് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ആ വന്ന വയസ്സായ ഉമ്മയോട് പറയുന്നു, ഉമ്മാ നിങ്ങളാ ഏതൊരു കാര്യം ശരിയാകണോ, ഏതൊരു കാര്യം ശരിയാകണോ, ആ ശരിയാകണമെന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മ മരണത്തെ പറ്റിയുള്ള ഓർമ്മ വേണമെന്ന് അവിടെന്ന് പറഞ്ഞു കൊടുത്തത് ലോകത്തിന്റെ രാജകുമാരന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ സയ്യിദത്തുൻ നിസാ ബീവി ഫാത്തിമ. പടച്ചവനെ, നിങ്ങൾക്ക് പറയാൻ പറ്റോ ഇന്നിവിടുന്ന് പ്രഭാഷണം കഴിഞ്ഞിട്ട് നാളത്തെ പ്രഭാഷണത്തിന്റെ സദസ്സിലെത്താൻ പറ്റുമെന്ന്? അല്ലാഹുവേ, നാളെ വരക്കൽ മക്കാമിലാ എനിക്ക് പ്രഭാഷണമുള്ളത്, അവിടത്തേക്ക് എത്താൻ പറ്റുമെന്ന് ഷമീർ ദാരിമിക്ക് ഉറപ്പില്ലല്ലോ. ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കും ഉറപ്പില്ല, ഇവിടുന്ന് ജീവനോടെ തന്റെ ഇടത്തോട് എഴുന്നേറ്റ് പോകുമെന്ന് പറയാ എന്റെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരാ, നമുക്കൊന്ന് കഴിയോ? ഇത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാണ് പറയുന്നത്. അതുകൊണ്ട് ഉമ്മ, ഓരോ ദിവസവും മനസ്സിന്റെ ഉള്ളിൽ പടച്ചവനെ, വൈകുന്നേരത്തേക്ക് ഞാനില്ല അല്ലാ, നേരം വെളുക്കുമ്പം ഞാനില്ല അല്ലാ, ഈ ഒരു ചിന്തയോട്
കൂടിയാ കടന്നു പോകുന്നതെങ്കിൽ ഈമാനിന്റെ മാധുര്യം അവരുടെ മനസ്സിലുണ്ടാകുമെന്ന് അവിടെന്ന് പറഞ്ഞത് ബീവിയെ തരുണീമണിയേ ബീവി ഫാത്തിമ. ഉറക്കെ പറയ് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ വരിക്കിന് പറഞ്ഞു കൊടുക്കാൻ, മരണത്തെ പറ്റി ചിന്തിച്ചാൽ നിങ്ങൾക്ക് എല്ലാ കാര്യവും മെച്ചപ്പെടുത്താൻ പറ്റും അല്ലേ? ഇന്നിവിടെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കാണ്, പടച്ചോനെ ഞാനിവിടെ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് പോയാൽ അടുത്തൊരു ദിവസം ഞാൻ ഉണ്ടാകുമോ? അടുത്തൊരു ദിവസം ഞാൻ ഉണ്ടാവുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഇവിടെ വെച്ചിട്ട് ഏതെങ്കിലും ഒരു സാധു കുട്ടിക്ക് വേണ്ടി ചോദിക്കുമ്പോ പടച്ചോനെ ഇന്ന് കൊടുത്തില്ലെങ്കിൽ നാളെ കൊടുക്കാൻ ഞാൻ ഉണ്ടാകുമോ? ഈ ഒരു ചിന്തയാ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ മരണത്തെ പറ്റി ചിന്തിക്കുമ്പോൾ വരുന്നത്. അല്ലാഹുവേ, ഇന്ന് ഞാൻ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നാളെ നിസ്കരിക്കാൻ ഞാൻ ഉണ്ടാകുമോ? എത്ര അർത്ഥവത്തായ ഉപദേശമാണ് സയ്യിദത്തുൻ നിസാ ബീബി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് കൊടുക്കുന്നത്. അതുകൊണ്ട് ഓർമ്മ വേണം എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എപ്പോഴും ഇവരുടെ പാഠങ്ങൾ പെങ്ങളെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും, സ്വർഗീയ ലോകത്തിലേക്കുള്ള വഴിയാക്കി തരും. അതുകൊണ്ട് ആ ഒരു ഓർമ്മയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണം അല്ലേ? തുഅമ്മീലു ഫിദ്ദുനിയാ طويلا ولا تدري إذا جن ليل هل تعيش إلى الفجر وكم من صحيح مات من غير علة وكم من مريض عاش دهرا إلى دهري. ഈ ദുനിയാവിന്റെ പുറത്ത് കാലാകാലം ജീവിച്ചിരിക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? കൂട്ടുകാരാ, ചെറുപ്പക്കാരാ, ഇന്നിവിടെ നിന്ന് വയല് കഴിഞ്ഞിട്ട് നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല. പ്രഭാതമായാൽ പ്രദോഷത്തിൽ എത്തുമെന്ന് ചിന്തയുണ്ടോ? ഇല്ല. രോഗങ്ങളില്ലാത്ത എത്ര ആളുകൾ പെട്ടെന്ന് മരിച്ചു. കൂടെ നടന്നിരുന്ന ചെറുപ്പക്കാർ, സംസാരിച്ചിരുന്ന കൂട്ടുകാർ എത്ര പെട്ടെന്ന് പോയി. എന്നാൽ കാലങ്ങളോളം വർഷങ്ങളോളം കട്ടിലിൽ കാല് തളന്ന് കൈ തളന്ന് സുഖമില്ലാതെ എത്രയോ ആളുകൾ വീടുകളുടെ ഉള്ളിൽ കഴിയുന്നുണ്ട്. പടച്ചവനെ, അങ്ങനത്തെ ഒരു രോഗവും നമുക്കാർക്കും നീ വെക്കല്ല റഹ്മാനെ, നമുക്കാർക്കും നീ വെക്കല്ല റഹ്മാനെ. ചിന്തിക്കണം. ആ ഒരു ചിന്തയാ നമുക്ക് വേണ്ടുന്നത്. ഇൻഷാ അല്ലാഹ് ഈ സദസ്സ് പിരിയുമ്പോ നമ്മൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് 2 ദിക്ർ പഠിപ്പിക്കും. ഒന്ന് അള്ളാഹുവിന്റെ നരകത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനുള്ള ദിക്ർ, മറ്റൊന്ന് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സങ്കടങ്ങളും മാറാൻ, എല്ലാ പട്ടിണിയും മാറാൻ. ആ 2 ദിക്ർ ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഞാൻ മറന്നുപോയാൽ ഞാൻ നിങ്ങളോട് തന്നെ പറയാണ്, നിങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തും. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ആ ദിക്ർ വേണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവയ്ക്കുക നോക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അതിനൊന്നും ആമീൻ പറ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. പെട്ടെന്ന് നിർത്തൂലേ, 2 മണിക്കൂർ എന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സദസ്സുകളിൽ നന്മകൾ മാത്രമേ പറയുള്ളൂ. ഞാൻ ആവർത്തിച്ചു പറയല്ല. നിങ്ങളിനി പറയരുത് ഉസ്താദിന് ഒരുപാട് ആവർത്തന വിരക്തി. അങ്ങ് അതിനു വേണ്ടില്ല, മനസ്സിലാക്കാൻ. ഒന്ന്, ഫാത്തിമ ബീവിന്റെ ഉപദേശമാണ്, സാധുക്കളെ സഹായിക്കണം നിങ്ങളുടെ കയ്യിൽ കഴിയുന്നത് പോലെ. 2, ഒന്ന് പറയും. രണ്ടാമത്തത് അല്ല ഇങ്ങനെ വന്നിട്ട് ഇത് മിക്കവാറും മറ്റേ നമ്മുടെ ഉപ്പാപ്പ അമേരിക്ക പോണ കൈ പോയാലോ. ഒന്ന് പറയ്. ജീവിതത്തിൽ അള്ളാഹുവെ നന്മകൾ ചെയ്യേണ്ട എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളോടാണ് 2ാമത്തെ ഉപദേശം. അതുകൊണ്ട് എനിക്ക് പിന്നെ ഇത് ചെറിയൊരു ഓർമ്മക്കുറവ് അവർക്കായണ്ടായിരിക്കും. തൻ്റെ ഭർത്താവിൻ്റെ ആഗ്രഹങ്ങൾ അറിയുന്ന പെണ്ണ്, തൻ്റെ ഭർത്താവിൻ്റെ പൊരുത്തത്തോടുകൂടി കഴിയുന്ന പെണ്ണ്, തൻ്റെ ഭർത്താവിൻ്റെ വരവും ചെലവും കണക്കനുസരിച്ച് അതിൻ്റെ ഉള്ളിൽ സന്തോഷകരമായിട്ട് കടന്നു പോകുന്ന പെണ്ണ്, അങ്ങനെയുള്ളൊരു കുടുംബജീവിതം നയിക്കണം. 3,
ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മരണത്തെപ്പറ്റി ചിന്തിക്കണമെന്ന് പഠിപ്പിച്ചു ബീവി ഫാത്തിമ. ഇത്രയൊന്നും പോരാ ഫാത്തിമ ബീവിക്ക്. ബീവി ഫാത്തിമ, അഴകുള്ള ഫാത്തിമ, അരിമപ്പു ഫാത്തിമ, അല്ലാന്റെ ദൂതരെ പൂമോളു ഫാത്തിമ, അലിയാർ തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ, അഴകുള്ള ഫാത്തിമ, അരിമപ്പു ഫാത്തിമ, അല്ലാന്റെ ദൂതരെ പൂമോളു ഫാത്തിമ, അലിയാർ തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ. ഉറക്കെ പറയും ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. എന്നും പാടുമ്പോൾ ഇന്നിപ്പോൾ അങ്ങോട്ട് പാടാൻ കഴിയും. ഇന്നലെ എന്തോന്ന് പറ്റി ചെറുതായിട്ട് അങ്ങോട്ട് സൗണ്ടൊക്കെ ഒന്ന് പോയി. ചുമ, നല്ല ചുമയാണ്. ഇന്നിപ്പോൾ അൽഹംദുലില്ലാഹ് വലിയ കുഴപ്പമില്ല. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഉണ്ടാവൂല ഇൻഷാ അല്ലാഹ്? ചെയ്യൂലേ? ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് കാഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. എല്ലാ ദിവസവും ഇങ്ങനെ നിൽക്കണ്ടേ? നിങ്ങളുടെയൊക്കെ ദുആ കൊണ്ടാണ് ഇതുപോലെ ഒരു ദിവസം പോലും മുടങ്ങാതെ ഇങ്ങനെ മൈക്കിന്റെ മുമ്പിൽ ഇരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ ദുആ കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാ ഉസ്താദന്മാർക്ക് വേണ്ടി, മിസ്ബാഹ് ഉസ്താദിന് സഹിതം എല്ലാ പണ്ഡിതന്മാർക്കും വേണ്ടി ആഫിയത്തുള്ള ദീർഘായുസിന്റെ ഒക്കെ നിങ്ങളൊക്കെ ദുആ ചെയ്യണം. നമ്മളും ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യും. ഇൻഷാ അല്ലാഹ് നാളെ ശംസുൽ ഉലമാന്റെ ചാരത്ത പ്രഭാഷണം, അവിടെ നിങ്ങളൊക്കെ ഞാൻ ഓർക്കും. അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊന്ന് മനസ്സിലാക്കിയ നമുക്ക് ജീവിതത്തിൽ പാഠം ഉൾക്കൊള്ളാം. ഉറപ്പാണ്, അതിനൊന്നും ഒരു മാറ്റം ഉണ്ടാകില്ല. അതുകൊണ്ട് മരണത്തെ പറ്റി ചിന്തിക്കണം. ഞാൻ ഒരു അനുഭവം കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വെക്കണോ? നിങ്ങൾ പറഞ്ഞാൽ വെക്കില്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറയാതെ ഇവിടെ നിന്ന് ഞാൻ പോയിട്ട് മൂപ്പരെല്ലാം അനുഭവം മാത്രം പറഞ്ഞിട്ട് പോയെന്ന് വേണമെന്നുള്ളൊരു കൈവയ്ക്ക് നോക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഒരു അനുഭവം കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം. അൽഹംദുലില്ലാഹ് താഴ്ത്തിയിടി. എൻ്റെ പ്രിയപ്പെട്ടവർ, മരണമാകുന്ന ഈ ഒരു പ്രതിഭാസത്തെ നമുക്കവിടെ നിന്നൊരു മെച്ചപ്പെടുത്തണ്ടേ? അതിന് സന്തോഷിക്കണം, മരണത്തിന് സന്തോഷിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോഴാണ് സന്തോഷിക്കുന്നത്, അല്ലാതെ നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല. ഒരു കുട്ടി കല്യാണം കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ വിദേശത്തേക്ക് പോയി. 2 മാസം കഴിഞ്ഞു അടുത്ത കൂട്ടുകാരൻ വിദേശത്തേക്ക് അവൻ കടന്നുപോയി. അല്ലാഹുവേ, സ്വന്തമായിട്ടൊരു വീടില്ല, പാവപ്പെട്ടൊരു ചെറുപ്പക്കാരൻ കടന്നുപോയി. അങ്ങനെ പോയിട്ട് 2-3 മാസം, പിന്നെ 2-3-4 കൊല്ലം കഴിഞ്ഞിട്ട് വരാൻ, അതിന്റെ ഇടയിൽ ഈ പോക്കിൽ തന്നെ അല്ലാഹു അവർക്ക് നല്ലൊരു കുട്ടിയെ കൊടുത്തു. നല്ലൊരു ആൺകുട്ടി. അവനിക്ക് 2 വയസ്സ് പ്രായമായി. എന്നിട്ടും ബാപ്പ വന്നിട്ടില്ല പുന്നാര മകനെ കാണാൻ. അങ്ങനെ ഇരിക്കുമ്പോ വിളിച്ചിട്ട് പറഞ്ഞു, അല്ലതാരിമി, ഞാൻ ഇൻഷാ അല്ലാഹ് ഇപ്പൊ നാട്ടിലേക്ക് വരാൻ. ഞാൻ ഇപ്പൊ നാട്ടിലേക്ക് വരാം, മകനൊന്ന് കാണണം. കുട്ടി ഇങ്ങനെ ഫോട്ടോയിലെ കണ്ടിട്ടേ ഉള്ളൂ. അവന്റെ ചിരി ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്. എന്റെ എല്ലാ യുവാക്കൾക്കും വേണ്ടി ഞാൻ ഇത് പറയുന്നത്, അവന്റെ ചിരി ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്, അവന്റെ സന്തോഷം കാണാൻ ആഗ്രഹമുണ്ട്. പടച്ചവനെ, വേദനയോട് കൂടിയിട്ടാ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ അവിടെ നിന്ന് വിളിച്ചല്ലാ, അവനതാ നാട്ടിലേക്കൊന്ന് കടന്നു വരുന്നു. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാ. നാട്ടിലേക്കൊന്ന് കടന്നു വന്നിറങ്ങുകയാണ്. നേരം വെളുത്ത മകനെ കാണാനാണ്. വാഹനത്തിന്റെ ഉള്ളിലേക്കൊന്ന് കയറിയിരുന്നിട്ട് ഫോൺ മേടിച്ചിട്ട് വിളിക്കുന്നു. തന്റെ പ്രിയപ്പെട്ട ഭാര്യയെക്കാണ് വിളിച്ചിട്ട് പറയുന്നു, മോളെ, പുന്നാര മകനെ വന്ന് കുളിപ്പിക്കുവോ, അവനെ വന്ന് ഒരുക്കുവോ, അവനിക്ക് നല്ല ഒരു വസ്ത്രം ധരിപ്പിക്കുവോ. അവനെ ആദ്യമായിട്ടൊന്ന് കാണുകയാണല്ലോ. അങ്ങനെ കാണുമ്പോൾ സന്തോഷത്തിന്റെ മുഖമായിട്ട് അവനെ കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഫോൺ മേടിച്ച് വിളിച്ചിട്ട് വെക്കുകയാ. എന്റെ ഉമ്മ വീടിന്റെ ചാരയെത്താ 1 കിലോമീറ്ററേ ബാക്കിയുള്ളൂ. പടച്ചവനെ, അപ്പോഴും അവിടെ നിന്ന് മൊബൈൽ മേടിച്ചിട്ട് വിളിക്കുകയാണ്. പെണ്ണേ, ഞാനതാ വീടിന്റെ ചാരയെത്താൻ പോവുകയാണ്. പ്രിയപ്പെട്ട പൊന്നുമകൻ അവിടെ നിന്ന് കുളിപ്പിച്ചോ, അവനെ ഒരുക്കിയോ. ആ സമയത്ത് അവിടെ നിന്ന് പറയുന്നു, ഇക്കാ, എനിക്കതറിഞ്ഞൂടെ, നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമകനെ ഒരുക്കിയിരിക്കുകയാണ്. അവനെ കുളിപ്പിച്ചിട്ടുണ്ട്, അവനിക്ക് നല്ല വസ്ത്രങ്ങളൊക്കെ ഞാൻ ധരിപ്പിച്ചിട്ടുണ്ട്. ഇന്നിവിടെ അഴീക്കോട് പ്രഭാഷണത്തിന് കടന്നു വന്നുപോയ എന്റെ പ്രിയപ്പെട്ട ആണത്തമുള്ള ചുറുചുറുക്കുള്ള ആരോഗ്യമുള്ള എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പടച്ചവനേ, അതാ പ്രിയപ്പെട്ട പുന്നാര ചെറുപ്പക്കാർ വീടിന്റെ ചാരയെത്താൻ 1 കിലോമീറ്റർ 1/2 കിലോമീറ്ററേ ബാക്കിയുള്ളൂ.
അപ്പോഴും വിളിച്ചു ചോദിച്ചു, മോനെ ഒരുക്കിയോ? ഒരുക്കിയിട്ടുണ്ട്. ഫോൺ വെച്ച പാടെ പറഞ്ഞ് എന്താന്നറിയില്ല, നെഞ്ചിന്റെ ഉള്ളിൽ വല്ലാത്തൊരു വേദന വരികയാണ്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാ, വീട്ടിലേക്ക് പോയാ പിന്നെ തിരിച്ചു വരാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്കൊന്ന് കടന്നു പോകാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ബാപ്പാന്റെ മടിയിൽ തലവെച്ചുകൊണ്ട് കിടന്നുറങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. പകുതിയായപ്പോ എഴുന്നേറ്റിട്ട് വെള്ളം തരുവോ, വെള്ളമുണ്ടോ എന്ന് ചോദിച്ചു പോയ ചെറുപ്പക്കാർ അവിടെ നിന്ന് വെള്ളം കൊടുക്കുമ്പോഴാ വെള്ളം കുടിക്കുകയാ. വീണ്ടും അതാ പ്രിയപ്പെട്ട ബാപ്പാന്റെ മടിയിൽ തലവെച്ചുകൊണ്ട് കിടന്നുറങ്ങുകയാണ്. പടച്ചവനെ, ഹോസ്പിറ്റലിന്റെ ചാരയെത്തിയ പാടെ വിളിക്കാൻ പറയുകയാണ്. ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെ കുലിക്ക് വിളിച്ചിട്ട് അനങ്ങുന്നില്ലല്ലോ, അവിടെ നിന്ന് സംസാരിക്കുന്നില്ലല്ലോ. മകനെ കാണാൻ വന്നതാണ്, കല്യാണം കഴിഞ്ഞിട്ട് മണിയറയുടെ നറുമണം പോലും വിട്ടുമാറാതെ. സുബ്ഹാനല്ലാഹ്. വിദേശത്തേക്കൊന്ന് കടന്നുപോയ പൊന്നുമോനാട്, വീടിന്റെ പ്രയാസങ്ങൾ കാരണം പോയ പൊന്നുമകനാ. എന്റെ പ്രിയപ്പെട്ട പൊന്നു ചെറുപ്പക്കാരാ, അവിടുന്ന് കുലിക്ക് വിളിച്ചിട്ട് അവിടെ നനങ്ങുന്നില്ലല്ലോ. പടച്ചവനെ, പെട്ടെന്ന് ഡോക്ടറെ കൊണ്ടുവന്ന് കാണിക്കുമ്പോ ഡോക്ടർ അവിടെ നിന്ന് വിധി എഴുതിയെന്തെന്നാണ്, മരിച്ചുപോയെന്നുള്ള റിസൾട്ടാ തരുന്നത്. തന്റെ ഭാര്യയെ കാണാമെന്ന ചെറുപ്പക്കാരനാ, തന്റെ പ്രിയപ്പെട്ട മക്കളെ കാണാമെന്ന ചെറുപ്പക്കാരനാ. യാ അല്ലാഹ്, എന്തോരവസ്ഥയാ. അപ്പോഴാണ് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ആ പ്രിയപ്പെട്ട സഹോദരിയുടെ ഫോൺ കോൾ വരുന്നത്. ഉസ്താദേ, പ്രിയപ്പെട്ട ഇക്കാനവന്ന് പെട്ടെന്ന് വരാൻ പറയോ. മകനവിടന്ന് ബാപ്പയെ കാത്തു നിൽക്കുകയാ. ബാപ്പ കൊണ്ടുവരുന്ന കളിപ്പാട്ടങ്ങളെ പറ്റി ഞാൻ അവനോട് പറഞ്ഞപ്പോ, ബാപ്പച്ച് കൊണ്ടുവരുന്ന കളിപ്പാട്ടങ്ങൾ മേടിച്ചുകൊണ്ട് കളിക്കാ പൊന്നു മകനവിടന്ന് കാത്തു നിൽക്കുകയാ. എന്തു പറയും നമ്മൾ? മരിച്ചെന്ന് പറയാൻ പറ്റോ? മരിച്ചെന്ന് പറയാൻ പറ്റോ? ഇല്ല. ചുരുക്കി പറയട്ടെ, അവസാനം ആരോ പറഞ്ഞറിഞ്ഞു മരിച്ചുപോയെന്നാണ്. യാ അല്ലാഹ്, വീടതാ സങ്കടത്തിന്റെ കടലായിട്ട് മാറുകയാണ്. പ്രിയപ്പെട്ട ബാപ്പച്ചിയെ കാണാ ഒരുക്കി നിർത്തിയിരിക്കുന്ന മകനുണ്ടവിടെ. കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ട് പോയ ഭർത്താവിനെ കാണാൻ അല്ലാഹുവേ, വളരെയേറെ മനസ്സിന്റെ ഉള്ളിൽ കുളിർണീക്കുന്ന ഓർമ്മകളോട് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയുണ്ടാ വീട്ടിന്റെ ഉള്ളിൽ. അവരുടെ മുമ്പിലേക്കൊന്ന് കടന്നു വരുന്നതാരാ? പ്രിയപ്പെട്ട ഭർത്താവിന്റെ മയ്യിത്താണ്. അല്ലാഹുവേ, വീട്ടിന്റെ ഉള്ളിലേക്ക് മയ്യത്ത് കൊണ്ടുവരുമ്പോ വീട്ടിന്റെ മുൻഭാഗത്ത് തന്നെ പൊന്നുമകൻ നിൽക്കുന്നുണ്ട്. അവനെ ഒരുക്കിയിട്ടുണ്ടല്ലോ, അവനെ കുളിപ്പിച്ചിട്ടുണ്ടല്ലോ, അവനിക്ക് കണ്ണെഴുതി കൊടുത്തിട്ടുണ്ടല്ലോ, അവന്റെ കവിൽ തടത്തിൽ അതാ കൺമഷി കൊണ്ട് കുത്തുകൊടുത്തിട്ടുണ്ടല്ലോ. പ്രിയപ്പെട്ട ഉപ്പാനെ കാണാ കാതോർത്ത് കൊണ്ട് നിൽക്കുന്ന പൊന്നുമകനാണ്. അവനറിയുന്നില്ല ഈ കൊണ്ടുവരുന്നത് അവന്റെ വാപ്പാന്റെ മയ്യിത്താണെന്ന് അവൻ അറിയുന്നില്ലല്ലോ. ഈ കൊണ്ടുവരുന്നവന്റെ വാപ്പാന്റെ മയ്യിത്താണെന്നറിയുന്നില്ല. മയ്യത്ത് കൊണ്ട് വന്നിട്ട് വീട്ടിലേക്കൊന്ന് വെക്കുകയാണ്. പടച്ചവനേ, ഈമാനുള്ള പൊന്നുമോളാ പൊന്നുമകനെ വാരിയെടുക്കുകയാണ്. അവന്റെ കവിൽ തടത്തിൽ മുത്തം കൊടുത്തിട്ടതാ കിടക്കുന്ന മയ്യത്തായി കിടക്കുന്ന പ്രിയപ്പെട്ട ബാപ്പാന്റെ മുമ്പിലേക്കൊന്ന് കൊണ്ടു നിർത്തിയിട്ട് പറയാ, മോനേ, ബാപ്പാന്റെ കവിൽ തടത്തിൽ ഒരു മുത്തം കൊടുക്കാൻ പറ്റുമോ? ബാപ്പയുടെ കവിൽ തടത്തിൽ ഒരു മുത്തം കൊടുക്കുമോ? പടച്ച റബ്ബേ, എട്ടും പൊട്ടും തിരിയാത്ത പൊന്നുമോനാണ് അവൻ. അവിടെ അതാ അവന്റെ കുഞ്ഞിളം കൈകൾ കൊണ്ട് കവിൽ തടത്തിൽ പിടിച്ചിട്ട് തുരുതുരാ മുത്തം കൊടുക്കുകയാ. ആ പൊന്നു പെങ്ങള് പറഞ്ഞത് ഇന്നും മനസ്സുകൊണ്ട് ഓർത്തു പോകുമ്പോ കരച്ചിൽ വരും. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പടച്ചവനെ, അള്ളാഹുവിന്റെ ദീനിനോടുള്ള സ്നേഹം കൊണ്ട്, പ്രഭാഷണത്തിനോടുള്ള ആഗ്രഹം കൊണ്ട് അള്ളാഹുവേ ഒരുമിച്ച് കൂടി എന്റെ ഉമ്മ, നിങ്ങളെ പോലത്തെ സാധുവായ പൊന്നുപെങ്ങള് മരിച്ചു കിടക്കുന്ന ഭർത്താവിന്റെ ചാര വന്നിട്ട് പറയാ, അല്ല പ്രിയപ്പെട്ടവരെ, എന്തേ
നിങ്ങൾ മകനെ കാണണമെന്ന് പറഞ്ഞിട്ട്, ഇവനിക്ക് മുത്തം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്, ഇവനെ കളിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട്, എന്തേ നിങ്ങൾ അവനോടൊരു വാക്കുപോലും പറയാതെ, എന്തേ നിങ്ങൾ അവനോടൊന്നും പറയാതിരിക്കുകയാണോ? അവനതാ ബാപ്പച്ചി എപ്പ വരുമെന്ന് പറഞ്ഞിട്ട് കാത്തിരുന്ന പൊന്നുമകനാട്. നിങ്ങൾ അവന് കളിപ്പാട്ടം കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടാണ് അവനിക്ക് ഞാൻ ഭക്ഷണം കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടാ പ്രിയപ്പെട്ട സഹോദരി കരയുകയാ. അവസാനം ചെറുപ്പക്കാരന്റെ മയ്യത്ത് അവിടെ നിന്ന് പെട്ടെന്നെടുക്കുകയാണ്. അല്ലാഹുവേ, പള്ളിക്കാട്ടിലേക്കൊന്ന് കൊണ്ടുപോകുന്ന സമയം ആങ്ങളയുടെ കയ്യിലതാ 2-2.5 വയസ്സുള്ള പൊന്നുമകനെ എടുത്തു കൊടുത്തിട്ട് പറയാ, ഇവനെ കൂടെ വന്ന് കൊണ്ടുപോകാവോ? മോളെ എന്തിനാ പ്രിയപ്പെട്ട കുഞ്ഞുമോനെ ഖബർസ്ഥാനിൽ കൊണ്ടുപോകുന്നത്? അവിടെ വെച്ചിട്ട് പറയുന്നു, അല്ല, നാളെ എന്റെ പൊന്നുമോന് വളർന്നു വരുമ്പോ ആരെങ്കിലും ബാപ്പച്ചിക്ക് വേണ്ടി എന്ത് ചെയ്തെന്ന് ചോദിച്ചു പോയാൽ ബാപ്പാന്റെ ഖബറിന്റെ പുറത്ത് 3 പടി മണ്ണ് വാരിയിട്ടെന്നെങ്കിലും ഒന്ന് പറയാൻ അവിടെ നിന്ന് കഴിയുമല്ലോ. അതുകൊണ്ടാ ഈ കുഞ്ഞുമോനെ കൂടെ കൊണ്ടുപോകാൻ അവിടെ നിന്ന് പറഞ്ഞു എന്ന് പറയുമ്പോ, എന്റെ ചെറുപ്പക്കാരാ, അവിടെ കൊണ്ട് കബറടക്കുമ്പോ എല്ലാവരും കൂടി നിൽക്കുകയാണ്. ആദ്യമായിട്ട് അവിടെ നിന്ന് പിടിമണ്ണി വാരിയിടാ ആളുകൾ മുന്നോട്ട് വരുമ്പോഴാണ് ആ സഹോദരിയുടെ സഹോദരൻ പറഞ്ഞു, നിക്കണേ, 1 മിനിറ്റ് നിക്കണേ എന്ന് പറഞ്ഞിട്ട് 2.5 വയസ്സുള്ള പൊന്നുമകനെ കൊണ്ടുവരികയാണ്. പടച്ചവനെ, അവന്റെ കുഞ്ഞിളം കൈകൾ കൊണ്ട് പാപ്പാന്റെ ഖബറിന്റെ പുറത്ത് പിടിമണ്ണ് വാരിയിടുമ്പോ അവനിക്കതൊരു കളിയായിട്ടാ തോന്നിയത്. എന്റെ പാപ്പ മരിച്ചിട്ട് ആ പാപ്പയുടെ ഖബറിന്റെ പുറത്താണ് പിടിമണ്ണ് വാരിയിടുന്നത് എന്നറിയൂല. അവനവിടെ നിന്നതാ പിടിമണ്ണ് വാരിയിട്ട് കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു വന്നു. 3-4 ദിവസങ്ങൾ കഴിയുമ്പോൾ ഒരു പേസ്പോർട്ട് പെട്ടി, ആ പെട്ടി അവിടെ നിന്ന് കൂട്ടുകാർ കൊണ്ട് ആ സഹോദരിയെ ഏൽപ്പിച്ചു. ആ പെട്ടി തുറന്നപ്പോഴല്ല, അത് മുഴുവനും കളിപ്പാട്ടങ്ങൾ നിറച്ചു വെച്ചിരിക്കുകയാണ്. ആ സഹോദരി പറയുന്നു, പടച്ചോനെ, ഈ കൊണ്ടുവന്ന കളിപ്പാട്ടത്തിൽ ഒരെണ്ണമെങ്കിലും എടുത്തിട്ട് എന്റെ പൊന്നുമോന്റെ കയ്യിലൊന്ന് കൊടുക്കാ എന്റെ പ്രിയപ്പെട്ടവനിക്ക് കഴിഞ്ഞില്ലല്ല അല്ലാ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആരോഗ്യമുള്ള ചെറുപ്പക്കാരാ, വളരെയേറെ സന്തോഷത്തോടെ പടച്ചവന്റെ ദീനിന്റെ സദസ്സിൽ വന്നിരുന്ന പൊന്നുമോനെ, നാളെ നേരം വെളുക്കുമ്പോ നീ ഉണ്ടാകുമോ എന്ന് പറയാൻ പറ്റൂല. അല്ലാഹുവേ, എല്ലാ ദിവസവും പ്രഭാഷണത്തിന് ഡേറ്റ് കൊടുത്ത് എനിക്ക് അവിടത്തേക്ക് എനിക്ക് എത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എത്രയോ ചെറുപ്പക്കാർ ഓരോ ദിവസത്തെ പരിപാടി വിളിച്ചു പറയുമ്പോ വരാമെന്ന് പറയുന്നുവെങ്കിൽ എനിക്കവിടെ എത്താൻ പറ്റുമെന്നറിയില്ല. അതുകൊണ്ട് ഇന്ന് മുതൽ ഇവിടെ എഴുന്നേറ്റ് പോകുമ്പോ, ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ, അല്ലാഹുവേ, ഞാൻ ഒരുപാട് നിസ്കാരം മുടക്കി റബ്ബേ, എത്രയോ ളുഹറുകൾ മുടക്കി റബ്ബേ, എത്രയോ അസറുകൾ മുടക്കി റബ്ബേ, എത്രയോ സുബഹികൾ മുടക്കി അല്ലാ. അതുകൊണ്ട് പടച്ചവനെ, അതുകൊണ്ട് എനിക്കൊരു ഓർമ്മയില്ല നാളെ മരിക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ മരിക്കുമെന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ട് ഇനി ഒരു വക്കത്തും മുടക്കൂല അല്ലാ. അതുകൊണ്ടാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നത്, പ്രിയപ്പെട്ടവരെ, പഠിച്ചുകൊള്ളുക, മരണത്തെ പറ്റിയുള്ള ഓർമ്മയാണ്. എന്റെ പെങ്ങളെ, നിങ്ങളെ കൊണ്ടുവന്നിട്ട് ജീവിതം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ അവിടെ വിജയിക്കുമെന്ന് പറഞ്ഞു പോയതാരാ? സയ്യിദത്തുൻ നിസാ ബീവി ഫാത്തിമ. ഉറക്ക പറയ്, ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം. അവസാനമായി പെട്ടെന്ന് പറഞ്ഞു നിർത്തി, അവസാനമായി ലോകത്തിന്റെ രാജകുമാരൻ അള്ളാന്റെ ഹബീബിന്റെ പൊന്നുമോൾ ആ ഉമ്മയോട് പറഞ്ഞു കൊടുത്ത ഈ വാക്ക് പറഞ്ഞിട്ടാ നമ്മൾ ഇവിടെ നിന്ന് പിരിയാൻ പോകുന്നത്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഇതൊക്കെ പറ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഒരുപാടായൊന്നും എനിക്കറിയില്ല. ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയത് ഈ ഉള്ള ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാഹ് വിഷയം പൂർത്തിയാക്കണം. അതിന് ഒരു
15 മിനിറ്റ് ഞാൻ നിങ്ങളുടെ അനുവാദം ചോദിക്കും. ഇത്രയും നേരം എൻ്റെ സമയമായിരുന്നു. ഇനി നിങ്ങളോട് ഞാനിപ്പോൾ ചോദിക്കാം, ഒരു 15 മിനിറ്റ് ഇൻഷാ അല്ലാഹ് പറയാവോ? ആഗ്രഹമുള്ളവരെന്ന് കൈവെക്കി നോക്കട്ടെ. അൽഹംദുലില്ലാ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ മൂന്നാമത് പറഞ്ഞത് മരണം, നാലാമത് പറഞ്ഞു ഉമ്മ. നിങ്ങൾ ഉമ്മയാണ്. ഫാത്തിമ ബീവിന്റെ ചോദ്യം അങ്ങനെ തന്നെ കിതാബ് രേഖപ്പെടുത്തുന്നുണ്ട്. ഉമ്മ, നിങ്ങൾ ഉമ്മയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മാന്റെ പൊരുത്തമുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ ബാപ്പയുടെ പൊരുത്തമുണ്ടോ? നിങ്ങളുടെ ഉമ്മയുടെയും ബാപ്പയുടെയും പൊരുത്തം നിങ്ങൾക്കുണ്ടോ? സുബ്ഹാനല്ലാഹ്, എത്ര അർത്ഥവത്തായ ഒരു ഉപദേശമാണ്. എന്നിട്ട് ചോദിച്ചു, ഉമ്മ നിങ്ങളുടെ ആഗ്രഹം അല്ലാഹുവിന്റെ സ്വർഗ്ഗാണോ? അതേ ഫാത്തിമ, എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹം അല്ലാഹുവിന്റെ സ്വർഗ്ഗാണ്, പടച്ചവന്റെ സ്വർഗ്ഗമാണ്. ആ സ്വർഗ്ഗത്തിലേക്ക് പോകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് ഫാത്തിമ ബീവി ചോദിച്ചു, ഇത്രയും നാൾ ഉമ്മ നിങ്ങൾ നിസ്കരിച്ച നിസ്കാരം അല്ലാഹു സ്വീകരിച്ചോ? നിങ്ങളുടെ നോമ്പ് അല്ലാഹു സ്വീകരിച്ചോ? ഈ ചോദ്യമാണ് നമുക്കും നമ്മുടെ മനസ്സിനോട്. ഈ വിഷയം ഞാൻ പറയുമ്പോൾ നിങ്ങളും കൊണ്ടുവരണം. അല്ലാഹുവേ, ഇത്രയും നാൾ ഞാൻ നിസ്കരിച്ച എന്റെ നിസ്കാരം നീ സ്വീകരിച്ചിട്ടുണ്ടോ പടച്ചവനെ? എന്റെ നോമ്പ് നീ സ്വീകരിച്ചിട്ടുണ്ടോ പടച്ചവനെ? അവസാനം പറഞ്ഞു കൊടുക്കാൻ മാതാവിന്റെ പിതാവിന്റെ പൊരുത്തമാണ് വേണ്ടുന്നത്. ഉമ്മ, ഞാൻ എന്റെ ഉപ്പാക്ക് വേണ്ടി, എന്റെ ഉപ്പക്ക് വേണ്ടി എന്റെ സമയം മുഴുവനും ഞാൻ ചിലവഴിച്ചിട്ടുണ്ട് ഉമ്മ. അതുകൊണ്ട് ഉമ്മാന്റെ ബാപ്പാന്റെ പൊരുത്തത്തോടു കൂടിയുള്ള ഒരു ജീവിതം കൂടി നിങ്ങൾക്ക് വേണം. ഇല്ല എന്നുണ്ടെങ്കിൽ പരാജയമാണ് ഉമ്മ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് 4 മക്കൾ, ഈ ഉമ്മയുടെ 4 മക്കൾ ഉമ്മാനെ തിരക്കിയിട്ട് കടന്നു വരുന്നത്. ഈ 4 മക്കളും കൂടെയാണ്, ഈ ഉള്ള 4 മക്കൾ കാരണത്താലാണ് ഈ ഉമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്. കാരണം ഈ 4 മക്കളും എപ്പോഴും വഴക്കാവും ഉമ്മയോട്. ഉമ്മയോട് എപ്പോഴും വെറുപ്പാണ്. ഉമ്മ എന്ത് പറഞ്ഞാലും കേൾക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഉമ്മ പറഞ്ഞു, ഓ ഫാത്തിമ, എന്റെ ഈ മക്കളോടൊന്ന് പഠിപ്പിച്ചു കൊടുത്താൽ മതി, അത് മതി എനിക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോ അവരെ വിളിച്ചിരുത്തുകയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. സുബ്ഹാനല്ലാഹ്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല സന്തോഷത്തോടു കൂടിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, സഹോദരിമാരേ, നിങ്ങൾ ഇന്ന് ളുഹർ നിസ്കരിച്ചവരാരാ? 4 പേര് ഒരുപോലെ കൈവരുത്തുകയാണ്. അടുത്ത ചോദ്യം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ചോദ്യം, എന്നാ നിങ്ങളെ കാരണത്താലാണോ നിങ്ങളുടെ ഉമ്മ വീട്ടിൽ നിന്നിറങ്ങിയത്? അതേ ഫാത്തിമ, ഫാത്തിമ ബീവിയോട് കളവ് പറയൂല. അതേ ഫാത്തിമ, ആ സമയത്ത് അവിടെ നിന്ന് പറയുകയാണ്, എന്നാൽ നിങ്ങളുടെ ളുഹർ അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. ഇന്നതാ ഈ ഉമ്മാന്റെ കാൽക്കൽ വീണുകൊണ്ട് പൊരുത്തം ചോദിക്കുക. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇന്ന് ആ ഒരു ചോദ്യമുത്തരവും നമുക്ക് കൂടെ വേണ്ടിയാണ് ഇന്ന് ഈ പ്രഭാഷണത്തിന്റെ സദസ്സിലേക്കൊന്ന് കടന്നിരിക്കുന്ന നിങ്ങളും ഇഷ്ടപ്പെടാത്ത, നിങ്ങളെ പോലെ കാണാൻ ചുറുചുറുക്കില്ലാത്ത, നിങ്ങളെ പോലെ സന്തോഷമില്ലാത്ത, പടച്ചവനെ ശരീരത്തിനതാ നല്ലതുപോലെ വൃത്തി ഒരു പക്ഷേ കാണൂല്ല, അങ്ങനെ ഉള്ള ഉമ്മമാര് ഈ സദസ്സിലുണ്ടോ? ഇന്ന് രാത്രി ഇവിടെ നിന്ന് പ്രഭാഷണം കഴിഞ്ഞിട്ട് നമ്മൾ പിരിയുമ്പോ അവിടത്തേക്കൊന്ന് കടന്നു പോയിട്ട് അവരുടെ കാൽക്കൽ വീട് പൊരുത്തം ചോദിക്കണം. എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, പടച്ച റബ്ബേ, ഓർക്കാൻ പറ്റോ? ആ ഉമ്മ ഉള്ളപ്പോഴും ഉമ്മാന്റെ വില നമുക്ക് മനസ്സിലാക്കാൻ പറ്റോ? യാ അല്ലാ, അവരുടെ പൊരുത്തത്തോടു കൂടിയാണ് കടന്നു പോകുന്നതെങ്കിലോ പടച്ചവന്റെ സ്വർഗത്തിന്റെ ഉള്ളിൽ സന്തോഷകരമായി കടന്നു പോകാമെന്നാണ്. വൽ ഖബറു മുനിസാ വഅല സിറാത്തി ദലീലാ വഅലൽ ഹശരി റഹീമാ. പടച്ചവനെ, സിറാത്തും മുസ്തഖീമുൽ മിന്നൽ വേഗത്തിൽ കടന്നു പോകാൻ കഴിയുമെന്നാണ്. അങ്ങനെ പോകണോ? വഫിൽ ഖബരി മോനിസാ, ബാപ്പയില്ലാതെ ഉമ്മയില്ലാതെ സഹോദരങ്ങളില്ലാതെ കൂടപ്പിറപ്പുകളില്ലാതെ കൂട്ടുകാരില്ലാതെ ഏകാന്തതയുടെ മൂകാന്തതയിൽ പച്ചമണ്ണിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവേ,
അവിടെ ആരാ നമുക്ക് രക്ഷമുള്ളത്? അവിടെ ഒരൊറ്റ പൊരുത്തം മതി എന്റെ പെങ്ങളെ. നമ്മളെ കല്യാണം കഴിപ്പിച്ച് നമ്മുടെ ഭർത്താവിനോടൊപ്പം പറഞ്ഞു വിട്ടതാണ്. ഇനി ആ ഉമ്മാനെ വന്നു പോയി കാണണ്ടല്ലോ, ആ ബാപ്പയെ വന്നു പോയി കാണണ്ടല്ലോ എന്നല്ല. ഭർത്താവിനോട് ചോദിച്ചു, ഭർത്താവിന്റെ പൊരുത്തത്തോടെ നിങ്ങളുടെ ഉമ്മയെ കാണാ, നിങ്ങളുടെ ബാപ്പയെ കാണാനുള്ള ബാധ്യത പെങ്ങളെ നമുക്കുണ്ടല്ലോ. അതുകൊണ്ട് ഉമ്മ, ഇന്നത്തെ രാത്രി നിങ്ങളുടെ ഉമ്മയോട് വഴക്കിട്ടവരാണോ, ബാപ്പയോട് ദേഷ്യം പിടിച്ചവരാണോ, ഇന്ന് രാത്രി ചെന്നിട്ട് പൊരുത്തം ചോദിച്ചോ. ഇല്ലെങ്കിൽ നാളത്തെ സുബഹി പടച്ചവനിക്ക് വേണ്ട, നിങ്ങളുടെ ഒരു ഇബാദത്തും പടച്ചവനിക്ക് വേണ്ട, നിങ്ങളുടെ ഒരു നന്മയും പടച്ചവനിക്ക് വേണ്ട. അതുകൊണ്ട് ഉമ്മ ഉള്ളപ്പോ ആ ഉമ്മയുടെ സന്തോഷം വലുതായി കണ്ടോ, ആ ബാപ്പയുടെ സ്ഥാനം വലുതായി കണ്ടോ. ഇന്നത്തെ മക്കളതാ ഉമ്മയെന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു യന്ത്രമായിട്ട് ഉമ്മമാരെ കാണുമ്പോ, സ്കൂളിൽ പോകാൻ സമയമാകുന്ന സമയത്ത് വസ്ത്രമൊക്കെ അലക്കി ഇസ്ത്രിയിട്ട് തരുന്ന ഒരു യന്ത്രമായിട്ട് ഉമ്മാനെ കാണുമ്പോ, അല്ലെങ്കിലോ നേരം വെളുത്ത് പള്ളികളുടെ മിനാരങ്ങളിലൂടെ ഹയ്യ അലസ്സലാ എന്നുള്ള ബാങ്കിന്റെ ധ്വനിയൊന്ന് മുടങ്ങി കേൾക്കുമ്പോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാറ ചുമക്കാനും അതുപോലെ കടലിന്റെ തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് മത്സ്യബന്ധനത്തിന് പോകാനും ഉള്ള ഒരു യന്ത്രമായിട്ട് ബാപ്പായെ കണ്ടോ. എന്നാ നമുക്ക് രക്ഷയില്ല ചെറുപ്പക്കാരാ. കണ്ണുള്ളപ്പോ കണ്ണിന്റെ വിലയറിയില്ല. വീട്ടിന്റെ ഉള്ളിൽ വയസ്സാകട്ടെ, താടി നരച്ചവരാകട്ടെ, കാൽമുട്ട് വേദനിച്ചവരാകട്ടെ, മോനെ നിങ്ങളുടെ ഉമ്മ അവിടെ ഉണ്ടോ, നിങ്ങളുടെ ബാപ്പയുണ്ടോ? ആ വീട് സ്വർഗമാണെന്ന് പഠിപ്പിച്ചത് ഫാത്തിമ ബീവിയാണ്. ഫാത്തിമ ബീവി എവിടെന്നാ ഇത് പറഞ്ഞത്? ഒരിക്കലും കളവ് പറയാത്ത മദീനത്തിന്റെ രാജകുമാരാ. ഞാൻ നിർത്തുകയാ, ഉറക്കെ ചൊല്ലിക്കോ. മദീനത്തിന്റെ രാജകുമാരാ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉറക്ക മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കിലൂടെ പഠിച്ചു പോയ മോളാണ്. അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാണ്, ചൊല്ലുക, കാൽക്കൽ വീഴുക, പൊട്ടിക്കരയുക, പൊരുത്തപ്പെടുവിക്കുക. പ്രിയപ്പെട്ടവർ, ഇതുപോലെ ഒരു പ്രഭാഷണത്തിന് കടന്നു വരുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ കണ്ടിട്ട് പറഞ്ഞു, ഉസ്താദേ 2 മിനിറ്റ് സമയം എനിക്കൊന്ന് തരാവോ? ഞാൻ ചോദിച്ചെന്താ പൊന്നുമോനെ പറഞ്ഞുകൊള്ളുക. ആ സമയത്ത് അവനതാ പറയുകയാണ്, ഉസ്താദേ എന്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചു വലുതാക്കിയതാണ്. എനിക്ക് സ്വന്തമായിട്ട് എനിക്കൊരു വീടില്ല. എന്റെ ബാപ്പ ചെറുപ്പത്തിലേ മരിച്ചു പോയത് കൊണ്ട് അനാഥ മകനായി, ബാപ്പയില്ലാത്ത മകനായി വളർന്നു വന്നപ്പോ എന്നെ നോക്കിയത് എന്റെ ഉമ്മയാ. എത്രയോ രാത്രികളിൽ എനിക്ക് വേണ്ടി ഭക്ഷണം തന്നിട്ട് അവിടുന്ന് പട്ടിണി കടന്നു പോയ എന്റെ ഉമ്മയാ. ഉസ്താദേ പല ദിവസങ്ങളിലും വാടക വീട്ടിൽ കിടക്കുന്നത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മാനെയും എന്നെയും അവിടുന്ന് പലരും പറഞ്ഞു വിട്ടതാ. അങ്ങനെ ഒരു വേള ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോ എന്റെ ഉമ്മാനെ മറ്റുള്ളവര് വാടക വീട്ടിൽ നിന്ന് വാടക കൊടുക്കാനില്ലാതെ ഇറക്കി നിർത്തുമ്പോ ആ നാട്ടിലുള്ള നല്ലൊരു മനുഷ്യൻ, നല്ല നിസ്കാര തഴമ്പുള്ളൊരു മനുഷ്യൻ, ഹാജിയാരാ, അദ്ദേഹം പറഞ്ഞു, മോനെ ഞാൻ ഒരു വീട് തരാം, പക്ഷേ അതിന് വാതിലുകളില്ല. നിങ്ങൾ വാതിലുണ്ടാക്കിയിട്ട് ആ വീട്ടിലൊന്ന് കിടന്നോ. ഞാൻ ആ വീട്ടിലേക്കൊന്ന് പോയി എന്റെ ഉമ്മായുമായി. പടച്ചവനേ, അതിന് വാതിലില്ലാത്തത് കൊണ്ട് അരിയും സാധനങ്ങളും കൊണ്ടുവരുന്ന ചണച്ചാക്ക് അവിടുന്ന് വലിച്ചു കീറിയിട്ട് അതാ വാതിലിന്റെ മുൻവശത്ത് തൂക്കിയിട്ടിരിക്കുകയാണ്. കല്ലെടുത്ത് വെക്കും. പാതിരാത്രിയായ നായ്ക്കൾ പോലും അതിന്റെ ഉള്ളിൽ കടന്നു വരും. പടച്ചോനെ, പല ദിവസങ്ങളിലും എന്റെ ഉമ്മ ഉറങ്ങിയിട്ടില്ലല്ലോ. എന്റെ പൊന്നുമകന്റെ ശരീരത്തെ എന്തെങ്കിലും ഒന്ന് കടിച്ചാലോ എന്ന് പറഞ്ഞുകൊണ്ട് വേദനയോടെ വിഷമത്തോടെ ആ പ്രിയപ്പെട്ട പുന്നാര
ഉമ്മ കാത്തിരിക്കുകയാ. ഞാൻ വളർന്നു ഉസ്താദേ, എന്റെ ഉമ്മ എന്നോട് എനിക്കതാ നല്ലൊരു ജോലി ഒപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് ജോലിക്ക് പോകുന്ന വീട്ടിൽ നിന്ന് എനിക്കൊരു നല്ലൊരു വിസ ഒപ്പിച്ചു. എന്നെ പറഞ്ഞു വിടാൻ പോകുമ്പോഴും ആ വാടക വീട്ടിൽ ചണച്ചാക്ക് വലിച്ചു കീറി കെട്ടിയിട്ടുള്ള വാതില്, ആ മറച്ചു കിടക്കുന്ന വാതിലിലാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. എന്റെ ഉമ്മ അവിടെ തനിച്ചാണ്. ഓർക്കുമ്പോഴും മനസ്സ് പൊട്ടുകയാണ്. എന്നോട് ഞാൻ പോകുന്ന സമയത്ത് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ പ്രിയപ്പെട്ട ഉമ്മ കെട്ടിപ്പിടിച്ചു മുത്തം തന്നിട്ട് പറയാ, പെട്ടെന്ന് ഉമ്മച്ചിക്കൊരു വീടിന്റെ പൊന്നുമോൻ ഉണ്ടാക്കി തരണം, നല്ല ഒരു അടിച്ചുറക്കുള്ളൊരു വാതിലുണ്ടാക്കണം, അതിന്റെ ഉള്ളിൽ മോനും എനിക്കും ഒന്ന് കിടക്കണം എന്ന് പറഞ്ഞെന്റെ ഉമ്മ എന്നെ പറഞ്ഞു വിടുമ്പോ അല്ലാഹുവേ 2-3 കൊല്ലങ്ങൾ നിന്നു. ആകപ്പാട ഉസ്താദേ 3 സെന്റ് വസ്തു ഞാൻ മേടിച്ചു. ആ 3 സെന്റ് വസ്തുവിൽ ഞാൻ കുറേശ്ശെ വീടുണ്ടാക്കി, നല്ലൊരു വീട് പണിത് ഉള്ള വസ്തുവിൽ നാളെ എന്റെ വീടിന്റെ പാല് കാച്ചാ എന്റെ വീട്ടിലേക്ക് ഞാൻ കടന്നു വരികയാണ്. എന്റെ ഉമ്മ എന്നെ കാത്തിരിക്കുന്നുണ്ട്. എന്റെ ഉമ്മ എന്നോട് പറഞ്ഞത്, മോനെ ആദ്യം ഈ വീട്ടിന്റെ ഉള്ളിൽ ആരുണ്ടെങ്കിലും എനിക്ക് പ്രശ്നമില്ല, ഈ വീട്ടിന്റെ ഉള്ളിൽ ആദ്യം ഖുർആനും പിടിച്ച് കയറുന്നത് നിന്റെ ഉമ്മയാണ് മോനെ എന്ന് പറഞ്ഞു പോയ എന്റെ ഉമ്മയാണ്. ഞാൻ അവിടെ നിന്ന് എയർപോർട്ടിൽ വന്നിറങ്ങി ഉസ്താദേ, എന്റേതായിട്ടുള്ള കൂട്ടുകാരന്റെ മൊബൈലിലേക്ക് പെട്ടെന്ന് കോള് വന്നൊന്ന് പെട്ടെന്ന് വരാവോ? ഞാൻ എന്റെ വീട്ടിലേക്ക് അതാ ഓടിച്ചെല്ലുമ്പോഴാണ് ട്യൂബ് ലൈറ്റുകളൊക്കെ കെട്ടിയിട്ടുണ്ട്, എന്റെ പുതിയ വീട് ഒരുങ്ങിയിട്ടുണ്ട്. ഞാനന്ന് മനസ്സുകൊണ്ട് സന്തോഷിച്ചു. റബ്ബേ, ഇങ്ങനെ ഒരു അടിച്ചിറക്കുള്ള വീട് കാണാൻ എത്ര കൊതിച്ചതാണ്. സുബഹിന്റെ സമയമായി വരികയാ. ഉമ്മാനെ പോയി കണ്ടിട്ട് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തിട്ടൊന്ന് കൊണ്ടുപോകാ എന്ന് പറഞ്ഞിട്ടതാ എന്റെ കൂട്ടുകാരൻ എന്റെ കൈ പിടിച്ചിട്ട് എന്നെ കൊണ്ടുപോകുമ്പോ അല്ലാഹുവേ, അതാ വാടക വീട്ടിന്റെ ഉള്ളിലല്ലെങ്കിലും അതാ അദ്ദേഹം തന്ന ആ വീട്, അതിനെ അതാ കീറി മുറിച്ചിട്ടുള്ള വീട്, അതിന്റെ ഉള്ളിൽ എന്റെ ഉമ്മാനെ വെള്ളത്തുണി കൊണ്ട് പുതപ്പിച്ചിട്ട് അവിടെ കിടത്തിയിരിക്കുകയാ. എന്റെ ഉമ്മയുടെ ശരീരം അവിടുന്ന് റൂഹില്ലാത്ത ശരീരം അവിടുന്ന് കിടക്കുകയാ. പടച്ചവനെ, ബാങ്ക് കേൾക്കാൻ പോവുകയാണ്. അവിടുന്നതാ പള്ളികളുടെ മിനാരങ്ങളിലൂടെ ബാങ്കിന്റെ ധ്വനിയൊന്ന് മുഴങ്ങി കേൾക്കുമ്പോ എന്റെ ഉമ്മ ഖുർആൻ പിടിച്ചിട്ട് വീട്ടിൽ കയറാനുള്ളതാ. തെറ്റാണോ എനിക്കറിയൂല്ല ഉസ്താദേ, ഞാൻ അവിടെ എന്റെ വീടിന്റെ പാല് കാച്ചു മുടക്കിയിട്ടില്ല. എന്റെ ഉമ്മയെ കൊണ്ടുപോകുന്നതിന് മുമ്പ് അവിടെ ഞാൻ എന്റെ ഉമ്മാന്റെ കരങ്ങളിൽ ഞാൻ ഖുർആൻ അവിടെ കൊണ്ടുവച്ചു, അവിടെ താക്കോല് വെച്ചു. ആ ഖുർആനും എടുത്തുകൊണ്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നു. വാതിൽ തുറന്നു. വാതിൽ തുറന്നിട്ട് ഞാൻ എന്റെ കൂട്ടുകാരോട് പറഞ്ഞു, കൂട്ടുകാരാ, ഉസ്താദെ തെറ്റാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, പൊറുക്കണം, എനിക്കറിയാത്തത് കൊണ്ടാണ്. എന്റെ ഉമ്മാടെ മയ്യത്ത് ഞാൻ അവിടെ എടുപ്പിച്ചു. ഈ വീട്ടിന്റെ ഉള്ളിലേക്ക് എന്റെ പാല് കാച്ച് നടക്കുന്ന വീടിന്റെ ഉള്ളില് ഞാനൊന്ന് കൊണ്ടു കിടത്തി. ഉസ്താദ്, തെറ്റൊരുപാടന്ന് സംഭവിച്ചു. ഞാൻ എന്റെ ഉമ്മയോടെന്താ പറഞ്ഞെന്നറിയോ? എന്റെ കൂട്ടുകാരോടൊക്കെ മാറി നിൽക്കാൻ പറഞ്ഞിട്ട് 2 വാതിലും ഞാൻ അടച്ചു. ഉസ്താദ്, ഞാൻ എന്റെ ഉമ്മാന്റെ മയ്യത്തിന്റെ ചാറ് പോയി ആ കവിൽ തടത്തിൽ കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്തിട്ട് പറഞ്ഞു, ഉമ്മാ, നിങ്ങളല്ലേ പറഞ്ഞു പോയത് നല്ല അടച്ചൊരു വീട്ടിന്റെ ഉള്ളിൽ കിടക്കണമെന്ന്. ഉമ്മാ, എല്ലാ വാതിലും ഞാൻ അടച്ചിട്ടുണ്ട്. ഈ മകനോടൊപ്പം ജീവിക്കാൻ എന്റെ ഉമ്മ ഇല്ലല്ലോ ഉമ്മ. ഉസ്താദേ, ആ ഉമ്മാന്റെ മയ്യിത്ത് അവിടുന്ന് കൊണ്ടുപോകുമ്പോ എന്റെ മനസ്സ് പിടഞ്ഞു ഉസ്താദ്.
അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയാ, ജീവിച്ചിരിക്കുന്ന മാതാവിന്റെ പിതാവിന്റെ പൊരുത്തം പേടിച്ചോ, വിട പറഞ്ഞ ബാപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തം പേടിച്ചോ. ഇന്നവരെത്ര ആളുകളാണ് മരിച്ചിട്ട് ഖബറിന്റെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് നീ സദസ്സ് വിടന്ന് പിരിയാൻ പോവുകയാണ്, ഈ സദസ്സ് വിടന്ന് പിരിയാൻ പോവുകയാ എന്ന് പറയുമ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നത്, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആ വന്ന 4 മക്കളോട് പറഞ്ഞു, മക്കളെ നിങ്ങളുടെ ഉമ്മക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യോ. ആ സമയത്താണ് മൂത്ത പെണ്ണവിടന്ന് കയ്യിലുള്ള സ്വർണങ്ങളൂരി ഫാത്തിമ ബീവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയാ, ഫാത്തിമ ഇത് ഏതെങ്കിലും ഒരു സാധുവായ പെൺകുട്ടിക്കൊന്ന് കൊടുക്കണേ ഫാത്തിമ, ഇതെന്റെ ജീവിച്ചിരിക്കുന്ന ഉമ്മാന്റെ പൊരുത്തം ഈ മകൾക്കൊന്ന് ലഭിക്കുവാനാണെന്നവിടെന്ന് പറഞ്ഞു പോകുമ്പോ